വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് തംബ്ലൈൻ ഉണ്ടാക്കുന്നതെന്നൊരു ചെറിയൊരു വീഡിയോ ആക്കി പറയാമെന്ന്. നമുക്കറിയാം ഇപ്പോൾ യൂട്യൂബ് ചെയ്യുന്നവരൊക്കെ ആയാലും നല്ല ബ്ലോഗേഴ്സൊക്കെ ആയാലും നല്ലൊരു കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു തംബ്ലൈനും വേണം. കണ്ടന്റ് ഇല്ലാത്ത ചെറിയൊരു വീഡിയോ ആണെങ്കിൽ പോലും തംബ്ലൈൻ സൂപ്പർ ആണെങ്കിൽ നല്ല റീച്ച് കിട്ടും. സോ നമ്മുടെ തംബ്ലൈൻ എത്ര ക്വാളിറ്റിയോട് കൂടിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്, അതനുസരിച്ചായിരിക്കും നമ്മളുടെ വീഡിയോസൊക്കെ വൈറലാകുന്നത്. ഇപ്പോൾ തംബ്ലൈൻ ഉണ്ടാക്കാൻ, അതായത് ഒരു തീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ലാപ്പ് യൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് ഏതൊരു ഫോൺ യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും പ്ലേ സ്റ്റോറിൽ നിരവധി ആപ്പുകളുണ്ട് തംബ്ലൈൻ ഉണ്ടാക്കാനായിട്ട്. വളരെ ക്വാളിറ്റിയോടുകൂടി തംബ്ലൈൻ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ തംബ്ലൈൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം യൂസ് ചെയ്തിരുന്നതെന്ന് പറയുമ്പോൾ തംബ്ലൈൻ മേക്കർ എന്നും പറഞ്ഞൊരു ആപ്പായിരുന്നു. നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിൽ ഓൾമോസ്റ്റ് നമ്മൾ ആദ്യം ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് എഡിറ്റിംഗ് പ്രോസസ്സ് ഉണ്ട്. അതിനുശേഷം കുറച്ചുകൂടി സ്പീഡപ്പ് ആക്കാൻ ഞാൻ യൂസ് ചെയ്ത ആപ്പ് എന്ന് പറയുന്നത് ക്യാൻവ ആപ്പാണ്. അതിൽ ഓൾമോസ്റ്റ് എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫോട്ടോ മാത്രം ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അതെങ്ങനെയാണെന്ന് ഞാനെല്ലാം കാണിച്ചു തരാം. അതിനു മുമ്പ് എൻ്റെ ചാനലിൻ്റെ പേര് അനുസഞ്ജു എന്നാണ്, സാൻമേരി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നമുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ എങ്ങനെയാണ് ആപ്പ് യൂസ് ചെയ്യുന്നതെന്ന്, അതായത് തംബ്ലൈൻ മേക്കറും ക്യാൻവ ആപ്പും എങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് ലൈവായിട്ട് കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഓക്കെ, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ തംബ്ലൈൻ മേക്കർ എന്നും പറഞ്ഞ ഒരുപാട് ആപ്സ് കാണും. അതിലേതാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തംബ്ലൈൻ മേക്കർ എന്ന് പറയുന്ന ആപ്പ്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കുറച്ച് അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരും. കണ്ടിന്യൂ ടു ആപ്പ് കൊടുക്കുക. കണ്ടോ, ഇതിൽ എന്ന് പറയുന്നത് നമ്മളിതിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ നമ്മുടെ തംബ്ലൈൻസും മൈ തംബ്ലൈൻസ് എന്ന് അതിലായിരിക്കും വരുന്നത്. ഇപ്പോൾ ഞാൻ ഇതിലൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇതിലൊന്നുമില്ല. പിന്നെ കട്ടൗട്ട് എന്നും പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഫോട്ടോ എടുത്തു. നമുക്ക് നമ്മുടെ ആ രൂപം മാത്രമാണ് വേണ്ടതെങ്കിൽ കട്ടൗട്ട് ചെയ്താൽ അത് മാത്രം കിട്ടും. കുറച്ച് സ്ലോ ആട്ടോ. കണ്ടോ, സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലിഷ്ടമുള്ള ഏതെങ്കിലും തീം കൊടുക്കാം. ഇപ്പോൾ ആർട്ടാണെങ്കിൽ അത് കൊടുക്കാം, മ്യൂസിക് അത് കൊടുക്കാം, മ്യൂസിക്കിൻ്റെ ഓരോ സെക്ഷൻ ആണെങ്കിൽ അത് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ഓരോന്നിനും ഓരോ ഇതുണ്ട്. ഇപ്പോൾ ഫ്ലവറാണ് ഞാൻ കൊടുത്തത്. ഇപ്പോൾ ഫ്ലവറിൻ്റെ ഇതിലൊരെണ്ണം ഇത് കൊടുത്തു, ഞാനിപ്പോൾ അത് കൊടുത്തു. കണ്ടോ, ഇപ്പം ഇങ്ങനെ വരും. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. പിന്നെ ഇവിടെ നമുക്ക് വാട്ടർമാർക്ക് വരും കേട്ടോ. ടാപ്പ് ടു റിമൂവ് വാട്ടർമാർക്ക് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് വാട്ടർമാർക്ക് മാറ്റാനായിട്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം. വാച്ച് വീഡിയോ വരും, ബൈ പ്രീമിയം വരും. വാച്ച് വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ വാട്ടർമാർക്ക് റിമൂവ് ആകും. ഓക്കെ, ഞാനിതിന് വേറെ മോഡലിൽ കാണിച്ചു തരാം. അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് വരും കേട്ടോ. ഇപ്പം നമുക്കിനി സ്വന്തമായിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ കസ്റ്റം കൊടുക്കുക. ഇതിപ്പോൾ യൂട്യൂബിൻ്റെ കണ്ടോ, യൂട്യൂബ് ബ്ലോഗ് ഉണ്ട്. ഓരോന്നിനും ഓരോ സൈസാണ്. നമുക്ക് തംബ്ലൈനാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. തംബ്ലൈൻ്റെ സൈസിൽ വരും. 16:9 ആണ് തംബ്ലൈൻ്റെ റേഷ്യോ വരുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ ക്ലിക്ക് ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഗാലറിയിൽ 1-2 ഫോട്ടോകൾ നമുക്കിത് തന്നെ എടുക്കാം. കണ്ടോ, ടിക്ക് കൊടുക്കുക. വാട്ടർമാർക്ക് റിമൂവ് ആക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഇനി ഇതിൽ നമുക്ക് ക്യാപ്ഷൻ കൊടുക്കണമെങ്കിൽ ആഡ് ടെക്സ്റ്റ് കൊടുക്കുക. പിന്നെ ഹലോ ഗൈസ് എന്നാണ് കൊടുക്കുന്നത്. ഹലോ ഗൈസ്. ഇങ്ങനെ ഞാൻ കൊടുത്തു. ഡണ്ണ് കൊടുക്കുക. ഇനി ഇതിന് കളർ കൊടുക്കണമെങ്കിൽ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, കളർ ചേഞ്ച് ചെയ്യാം. കണ്ടോ,
കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് റോസ് കൊടുക്കാം. ഓക്കെ, ഡൺ കൊടുക്കുക. ഇനി ഇതിൻ്റെ സൈസ് ചേഞ്ച് ആക്കണമെങ്കിൽ വീണ്ടും എഡിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സൈസിൻ്റെ അവിടെ പോവുക. കണ്ടോ, സൈസ് ചേഞ്ച് ആവുന്നുണ്ട്. ഡൺ കൊടുക്കുക. വീണ്ടും എഡിറ്റ് ചെയ്യുക. നമുക്ക് ടെക്സ്റ്റൈൽ മാറ്റണം അല്ലെങ്കിൽ ഫോണ്ട് മാറ്റണമെങ്കിൽ കണ്ടോ, ഇവിടെ തന്നെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ അത് മാറുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തു. ഡൺ കൊടുക്കുക. നമുക്കിങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്താൽ മതി. അതനുസരിച്ച് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഞാനിപ്പോൾ ഈ വാട്ടർമാർക്ക് കൂടി റിമൂവ് ചെയ്യുന്നതെന്ന് കാണിച്ചു തന്നേക്കാം. അപ്പോൾ ഒരു 30 സെക്കൻഡ് നേരം അഡ്വർടൈസ്മെൻറ്റ് വരും. അത് കണ്ടു കഴിയുമ്പോൾ വാട്ടർമാർക്ക് റിമൂവ് ആവും. ഓക്കെ, നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഫുള്ള് നമ്മൾ കണ്ടു. ഞാൻ സേവ് കൊടുക്കുക കേട്ടോ. ചെറിയൊരു അഡ്വർടൈസ്മെന്റ് അതിനും വരും. സ്കിപ്പ് വീഡിയോ ക്ലോസ് ചെയ്യുക. ലോഡിംഗ് ആയി. സേവ് ചെയ്യുക. ഡൺ കൊടുക്കുക. അത് ഫസ്റ്റ് ടൈം നമ്മളൊരു തംബ്ലൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കാണിക്കുന്നതാണ്. യെസ് കൊടുത്തേക്കുക. ഓക്കെ, നമുക്കിനി നേരെ ഫോട്ടോ എടുത്ത് നോക്കാം. നമ്മുടെ തംബ്ലൈൻ ഓക്കെ, നമ്മുടെ തംബ്ലൈൻ ആയിട്ടുണ്ട്. നമ്മുടെ തംബ്ലൈൻ ഓക്കെ ആയി. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ തംബ്ലൈൻ മേക്കറിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ക്യാൻവ ആപ്പ് നോക്കാം. ക്യാൻവ. അപ്പോൾ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ തന്നെ അവർ പറയുന്നതെന്ന് വെച്ചാൽ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ വരും, കണ്ടിന്യൂ വിത്ത് ഇമെയിൽ വരും. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കാം. ഈ ക്യാൻവ ആപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്പാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെയ്തതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ബ്ലോഗ് അല്ലെങ്കിൽ യൂട്യൂബ് തംബ്ലൈൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി സെർച്ച് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, അതിവിടെ വരും. ക്യാൻവ തംബ്ലൈൻസ്, ഒരുപാട് തംബ്ലൈൻസ് ഉണ്ട് ഗൈസ് ഇതിൽ. ഇതൊക്കെ തംബ്ലൈനാണ്. ഡെയിലി ബ്ലോഗിൻ്റെ ഉണ്ട്. ഇപ്പോൾ ഹൊറർ ബ്ലോഗ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ഉണ്ട്. ഓരോ സബ്ജക്റ്റിനും ഓരോ മോഡൽ തംബ്ലൈൻസ് ഉണ്ട്. ഇപ്പോൾ കുക്കിങ്ങിനാണെങ്കിൽ അങ്ങനെയുണ്ട്, ട്രാവൽ ബ്ലോഗ് ആണെങ്കിൽ അങ്ങനെയുണ്ട്. ഇതിലെല്ലാ മോഡൽസും അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ജസ്റ്റ് നമ്മൾ ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. 1 മിനിറ്റ് കൊണ്ട് കാര്യം കഴിയും. ഇപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം. കാശ് കൊടുത്ത് ചെയ്യുന്നതും ഉണ്ട് കേട്ടോ, കാശ് കൊടുത്ത് ചെയ്യാത്തതും ഉണ്ട്. ഇപ്പം ഞാൻ എന്തായാലും ഒരെണ്ണം ഓക്കെ ഇതെടുക്കാം. ചെറുതിനെ പെട്ടെന്ന് കാണിക്കാനായിട്ട് എളുപ്പത്തിനുള്ള ഒരെണ്ണം എടുത്ത് കാണിക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ റീപ്ലേസ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഫോട്ടോസ് ചോദിക്കും. നമുക്ക് ഈ ഫോട്ടോസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അവിടെ ഫോട്ടോസ് വന്നു. പിന്നെ നമുക്ക് ഇവർ ടൈപ്പ് ചെയ്തിരിക്കുന്നതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് അവിടെ വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സബ്സ്ക്രൈബും ബെൽ ബട്ടണും വേണമെങ്കിൽ അവിടെ കിടന്നോട്ടെ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഹാപ്പി ഫാമിലി എന്ന് കൊടുക്കാം, ലവ് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ എന്താ കൊടുക്കണ്ടേ? ഫാമിലി ബ്ലോഗ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഇവിടെ എന്തെങ്കിലും മാറ്റണമെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതെന്തായാലും റിമൂവ് ചെയ്യാം, എനിക്കിതിൻ്റെ ആവശ്യം ഇല്ല, എനിക്ക് വേണ്ട. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ, ഇതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതനുസരിച്ച് മാറ്റി കൊടുത്താൽ അതവിടെ മാറും. കണ്ടോ, ഇനി ഇതും മാറ്റണമെങ്കിൽ, സൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് കുറച്ചുകൂടി മുകളിലോട്ട് ആക്കണമെങ്കിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം. ഈ ലൈനും കൂടി ആക്കി കൊടുക്കാം മുകളിലോട്ട്.
കണ്ടോ. ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ എടുക്കുക, മാറ്റി കൊടുക്കുക, ഇവിടെ മാറ്റി കൊടുക്കുക. മാറ്റണമെങ്കിൽ കളർ ഇവിടെയും ചേഞ്ച് ചെയ്യണമെങ്കിൽ മാറ്റി കൊടുക്കുക. ഓക്കെ. സബ്സ്ക്രൈബിൻ്റെ അവിടെ നമുക്ക് കുറച്ചുകൂടി വലുതാക്കണമെങ്കിൽ അത് വലുതാക്കി കൊടുക്കാം. കണ്ടോ എന്ത് സിമ്പിളായിട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇതൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞു കേട്ടോ. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ തംബ്ലൈൻ ഓക്കെ ആയി. സേവ് കൊടുക്കുക. സേവായി, നമ്മുടെ തംബ്ലൈൻ സേവായി. ഇനി നമുക്ക് ഇപ്പോൾ അഡീഷണൽ ഒരുപാട് ഫോട്ടോസിൻ്റെ ആവശ്യമുണ്ട് എങ്കിൽ നമുക്ക് വേറെ ഒരെണ്ണം എടുക്കാം. കുറച്ചധികം ഫോട്ടോസുള്ള ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്കിത് എടുക്കാം. ബർത്ത്ഡേ ബ്ലോഗ്. ഇവിടെ 3 ഫോട്ടോസ് വരുന്നുണ്ട്. നമുക്കത് മാറ്റി കൊടുക്കാം. ഞാൻ വേണമെങ്കിൽ ഇത് തന്നെ എടുക്കാം തൽക്കാലം, കാരണം വേറെ ഫോട്ടോസ് ഒന്നും ഇല്ല ഈ ഫോണിൽ. കണ്ടോ ബ്ലോഗ്, ബർത്ത്ഡേ ബ്ലോഗ്. പ്രത്യേകിച്ചൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഞാൻ ഓൾമോസ്റ്റ് എന്നെ കാണിച്ചു തന്നെയുള്ളൂ. എല്ലാ കാറ്റഗറീസും ഇവിടെ താഴെ ഉണ്ട്. എനിക്ക് എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യണമെങ്കിൽ അതും ഇവിടെ ഉണ്ട്. കണ്ടോ, ഡ്രോ ചെയ്യാനാണെങ്കിൽ അതിനുള്ള ആപ്പ് ഉണ്ട് ഇവിടെ. കണ്ടോ, ഓരോന്നിനും ഓരോ സൈസ്. കണ്ടോ, ഓരോരോ മോഡൽസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോണിൻ്റെയോ ഇമെയിലിൻ്റെയോ ഓരോ സൈസും നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടത്. ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ ഉണ്ട്. ഡൗൺലോഡ് ചെയ്ത് കണ്ടോ, ഇവിടെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എടുക്കാനുള്ള ഓരോ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇങ്ങനെയാണ് ഞാൻ തംബ്ലൈൻ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എങ്ങനെയാണ് തംബ്ലൈൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കാണിച്ചപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.